അറ്റാക്ക് ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ടിബറ്റ് ഉൾപ്പെടെ നഷ്ടപ്പെടും എന്നുകൂടെ സൂചിപ്പിക്കുന്ന ഒരു വ്യോമ കര അല്ല അതാണല്ലേ പ്രകടനമാണ് നടക്കുന്നത്. സൗഹൃദത്തിനിടയിലും ഇന്ത്യ ജാഗ്രത പുലർത്തുന്നുണ്ട്. അത് കിഴക്കില്ല വടക്കില്ല എല്ലാ മേഖലയിലും തീർച്ചയായിട്ടും അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം ലോകത്ത് പല ശക്തികളും ഇന്ന് ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നരേന്ദ്രമോദിക്ക് അറിയാം, നരേന്ദ്രമോദി സർക്കാരിന് അറിയാം. കാരണം നമ്മൾ 4ാമത്തെ സാമ്പത്തിക ലോകശക്തി ആയത് മുതൽ അമേരിക്ക സ്ട്രൈറ്റ് സ്റ്റേറ്റും ഡീപ് സ്റ്റേറ്റും ഒരുപോലെ നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വിവിധ അയൽ രാജ്യങ്ങളെയാണ് ഇവർ ഉപയോഗിക്കുക. അവർ നേരിട്ട് വന്നൊരു അറ്റാക്ക് നടത്തുന്ന പ്രശ്നമേ ഇല്ല. ഒന്നുകിൽ ഇവിടുത്തെ ജൻസിയെ കിട്ടാൻ പാടാണെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനും പാകിസ്ഥാനും കിട്ടാൻ പറ്റിയില്ലെങ്കിൽ ചൈനയെ കിട്ടുമെന്ന് നോക്കും. ഇങ്ങനെയാണ് അവരുടെ ലൈൻ പോകുന്നത്. അപ്പോൾ ചൈനയ്ക്കും ഇന്ത്യ ഒരു ലോകശക്തിയാകുന്നതിലൊന്നും അവർക്കും വലിയ താല്പര്യം കാണില്ല. കാരണം അവരൊന്നാമതെത്തണം എന്ന് വിചാരിച്ചാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ രണ്ടാമത് നിൽക്കുന്നവർ ഒന്നാമതെത്തണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.